ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് വിഷ്വൽ ലേണേഴ്സിനെ പഠിപ്പിക്കുന്നത്. അവർക്ക് ഏത് രീതിയിൽ പഠിക്കാനാണ് ഇഷ്ടം, ഏത് രീതിയിൽ പഠിപ്പിച്ചാലാണ് അവർക്ക് കൂടുതൽ പ്രയോജനപ്രദമാകുന്നത്, അവരെ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു സ്റ്റുഡൻ്റായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നത്. ഈ 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യങ്ങളും വരയിലൂടെയാണ് ചിത്രീകരിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വരച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയുന്ന ലെക്ചർ നോട്ട് എഴുതുന്നത് ഈ കുട്ടികൾ പലപ്പോഴും വരകളിലൂടെ ആയിരിക്കും, കുഞ്ഞു കുഞ്ഞു വരകൾ അല്ലെങ്കിൽ വരികൾ, ഇതിങ്ങനെയുള്ള രീതിയിലായിരിക്കും ഇവർ പലപ്പോഴും പഠിച്ചെടുക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു ആപ്പിൾ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഓഡിറ്ററി ലേണേഴ്സ് ആണെങ്കിൽ APPLE ആപ്പിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ചിത്രങ്ങളിലൂടെ നമ്മൾ കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് നിൽക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഫിലിം പറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അതിലുള്ള ഓരോരുത്തരെയും വിഷ്വലൈസ് ചെയ്ത് നമ്മുടെ അടുത്ത് പറയും. സ്റ്റോറീസ് നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ തന്നെ ഇവരുടേതായിട്ടുള്ള ഒരു രൂപത്തിലൂടെയും കേൾക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി, നമുക്ക് നമ്മളെ അടുത്ത് ഒരാളൊരു സ്റ്റോറി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കഥ പറയുന്നത്, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരു കഥ പറയുമ്പോൾ ചിലരത് കേട്ടുകൊണ്ടിരിക്കുമെങ്കിലും ചിലരത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇവർക്ക് പെട്ടെന്ന് ഇമോഷണലി കണക്റ്റ് ആവുന്ന കാര്യങ്ങളായിരിക്കും ഇവരുടെ മനസ്സിൽ പെട്ടെന്ന് പതിയുന്നുണ്ടായിരിക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം പേരുകളൊന്നും പെട്ടെന്നൊന്നും ഓർമ്മയില്ല, പക്ഷെ അവർക്ക് കൃത്യമായിട്ട് അവരുടെ മുഖം ഓർമ്മയായിരിക്കും. ഇപ്പോൾ ഒരാളുടെ പേര് പറയുകയാണ് നമ്മൾ, നിൻ്റെ കൂടെ പഠിച്ചിരുന്ന ജോസിൻ്റെ അനിയനില്ലേ എന്ന് പറയുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് പേര് ഓർമ്മ വരില്ല. അപ്പോൾ ജോസിൻ്റെ അനിയൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മ വരില്ല, പക്ഷേ അവർക്കതിനെ ആ മുഖം കാണാനായിട്ട് പറ്റും. എനിക്ക് ഫേസ് കട്ട് നല്ല ഓർമ്മയിൽ വരുന്നുണ്ട്, പക്ഷെ എനിക്ക് ആ പേരങ്ങനെ ഓർമ്മ വരുന്നില്ല കേട്ടോ എന്ന് അവർ നമ്മുടെ അടുത്ത് പറയും. അതുപോലെ ഡേറ്റ്, ടൈം, ഈ കാര്യങ്ങളൊക്കെ ഇവർ മറന്നു പോകും. ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ പ്രശ്നമായിട്ട് എടുക്കുന്ന ആൾക്കാരല്ല. അത് പോട്ടെ എന്ന് വെക്കുന്ന ഒരു രീതിയാണ് ഇവർക്ക് പലപ്പോഴും ഉള്ളത്. ഇവരുടെ അടുത്ത് വഴി ചോദിക്കുകയാണെങ്കിൽ വിചാരിക്കും, എങ്ങനെയെങ്കിലും പോകാനുള്ള ഒരു ഡയറക്ഷൻ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇവർ കൃത്യമായിട്ട് വരച്ചു തരും. എല്ലാ കാര്യങ്ങളും ഇവർക്ക് എങ്ങനെയാണോ മനസ്സിലായത് ആ രീതിയിലായിരിക്കും ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നുണ്ടായിരിക്കാം. എപ്പോഴും വരച്ചുകൊണ്ടാണ് ഇവർ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കുക, വളരെ ഈസി ആയിട്ട്. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പലപ്പോഴും അത് ഒരു ഡയഗ്രത്തിലൂടെ നമ്മുടെ അടുത്ത് അത് ഫുള്ളി കാണിച്ചു തരാനായിട്ട് ശ്രമിക്കുക, അല്ലാതെ അത് ഫുള്ളി എഴുതി കാണിച്ചു തരാനായിട്ട് പറ്റൂല. ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒരു കുട്ടി എഴുതുന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇവരത് ഫുള്ളി എന്താണോ ഇവർ പറയാൻ ഉദ്ദേശിച്ചത് അതൊക്കെ വരച്ച് പേപ്പറിൽ വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വരച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കും. ഈ കുട്ടികളിങ്ങനെ ബുക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ മണിക്കൂറോളം ഇരുന്നാലും ഒരു ശബ്ദം പോലും പുറത്തു വരില്ല. ഇവർ മനസ്സിലാണ് വായിക്കുന്നത്. ആ കുട്ടികളുടെ അടുത്ത് ഉറക്കെ വായിച്ച് പഠിക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കിയാൽ ഈ കുട്ടികൾ വായിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അത് മനസ്സിലേക്ക് കയറില്ല. അപ്പോൾ ചില കുട്ടികൾ ചില രീതിയിലാണ് പഠിക്കുന്നത് എന്ന് നമ്മൾ പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും മനസ്സിലാക്കണം. കുട്ടികളുടെ അടുത്ത് ഉറക്കെ വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ഉറക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഒരു വരി പോലും അവരുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടാവില്ല. അതേസമയം സൈലൻ്റായിട്ട് വായിക്കുകയാണെങ്കിൽ അത് ഇവരുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ക്ലാസ്സിൽ സൈലൻ്റായിട്ട് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളും എങ്കിൽ മാത്രം മനസ്സിലേക്ക് വരുന്ന കുട്ടികളുണ്ടായിരിക്കും. അതേസമയം എനിക്ക് ഉറക്കെ വായിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുട്ടികളെ തരം തിരിച്ചുകൊണ്ട് എങ്ങനെയാണ് അറിയുന്നത് എന്ന രീതിയിലേക്ക് അവരെ തിരിച്ചറിയാൻ പാകത്തിന് ടീച്ചേഴ്സും അമ്മമാരും മനസ്സിലാക്കണം. ഇവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെ ഇവർ പഠിച്ചു എന്ന് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ റൂമിലൊന്ന് ചെന്ന് നോക്കിയാൽ മതി. ഒന്നുമില്ലെങ്കിൽ ഒരു പേപ്പറിൽ ഇങ്ങനെ കുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു ബോർഡ് കൊടുക്കുകയാണെങ്കിൽ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. കണ്ടിടത്തൊക്കെ ഇവർ പഠിച്ച കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഒരു കൂട്ടരായിരിക്കും. ഇവരുടെ മനസ്സിലുള്ളത് എന്തോ അതെല്ലാം ഇവർ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ മക്കൾ എങ്ങനെയുള്ളവരാണ് എന്നറിയാനായിട്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയാണ്, വിഷണറി കുട്ടികളാണ്. അവർക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഭയങ്കര എക്സ്പ്രസീവായിട്ട് അവർ കാണിക്കും. നമ്മുടെ അടുത്ത് ഭയങ്കര സിൻസിയറും ആയിരിക്കും. ഇവർ ബൈ ഹാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഈസി ഒന്നുമല്ല. കുട്ടികൾ കഷ്ടപ്പെട്ടിട്ട് വേണം ഇവർക്ക് ഒരു വാരി അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്താണോ കണ്ടുപഠിക്കുന്നത്, അവരെന്താണോ മനസ്സിലാക്കിയത് അത് എഴുതി വയ്ക്കുക എന്നല്ലാതെ ബൈ ഹാർട്ട് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് എഴുതുക എന്നുള്ളത് അത്ര ഈസി അല്ല ഇവർക്ക്.
അതുപോലെ തന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ ഇവർ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ വന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തോന്നും ഒരു ഫിലിം കാണാൻ തോന്നും. അതേപോലെയുള്ള എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും ഇവർ നമ്മുടെ അടുത്ത് പറയും. ഒരു യാത്ര പോയാൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാ കാര്യങ്ങളും, സൈൻ ബോർഡുകൾ, ഇന്നത് പറയുന്ന കേട്ടു, ഇന്നത് കണ്ടു, അങ്ങനെയുള്ള ഒരു മൈന്യൂട്ടായിരുന്ന കാര്യങ്ങൾ പോലും ഇവർ വന്ന് നമ്മുടെ അടുത്ത് പറയും. നമുക്കത് കേൾക്കുമ്പോൾ നമ്മൾ അവിടെ പോയിരുന്ന് കണ്ട പോലെ ആയിരിക്കും ഇവർ നമ്മുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കുക പല കാര്യങ്ങളും. പടം വരയ്ക്കാനായിട്ട് ഇഷ്ടമുണ്ടായിരിക്കും. എന്തു പറഞ്ഞാലും ഇങ്ങനെ കുത്തിക്കുറിച്ചുകൊണ്ടേയിരിക്കും അവർ പഠിക്കണമെന്ന് വെച്ചാൽ തന്നെ ഒരു പേനയോ എന്ത് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരച്ചും കുത്തിയും പിടിച്ചും ഒക്കെ എഴുതിയും ഒക്കെയാണ് അവർ പഠിച്ചെടുക്കുക. അല്ലാതെ ചുമ്മാ ഇരുന്നിട്ട് അവർ നീ എന്താണ് ഈ ചെയ്യുന്നത്, കുത്തി വരയ്ക്കാണ് നിനക്കൊന്നും ഇരുന്നൂടെ എന്നൊന്നും ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ കയ്യിൽ എപ്പോഴും ഒരു പേനയോ പെൻസിലോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. എഴുതുന്നതിനനുസരിച്ച് അണ്ടർലൈൻ ചെയ്തിട്ടും ആ ബുക്കിലൊക്കെ കുത്തി മറിച്ചും ഒക്കെ. അതായത് ഇവർ ബുക്ക് കണ്ടാൽ നമുക്കറിയാം ഇവർ വിഷണറി ലേണേഴ്സ് ആണ് എന്നുള്ളത്. കാരണം നിറയെ കുത്തി വരച്ചും അടിയിൽ വരച്ചിട്ടും ഒക്കെ ആകെ വൃത്തികേടായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഇവർ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും അത്ര നന്നായിരിക്കില്ല. ഇവർ എഴുതുന്ന ലെക്ചർ നോട്ട് ആയി കഴിഞ്ഞാലും ഫെയർ നോട്ട് ആയി കഴിഞ്ഞാലും അതിലൊക്കെ ഇങ്ങനെ കുത്തിയും കുറിച്ചും പടം വരച്ചിരിക്കുന്നുണ്ടായിരിക്കും. ക്ലാസ് ഒരു വശത്ത് നടക്കും, ഇവർ അതിന് പകരം ബുക്കിലൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇപ്പോൾ ക്ലാസ്സിൽ തന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് ഓരോ കുട്ടികളും പ്രകൃതം വരുന്നത് എന്നുള്ളത്. വരച്ചുകൊണ്ടിരിക്കുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു ടീച്ചേഴ്സിന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ടീച്ചേഴ്സ് ഇവരെ വഴക്ക് പറയുന്നതിന് മുൻപേ നമ്മൾ അറിഞ്ഞിരിക്കണം ഏത് രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണ് എന്നുള്ളത്. ഇനി ഇവരെ എങ്ങനെയാണ് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചാർട്ട് കാര്യങ്ങൾ അതൊക്കെ കൊടുത്തിട്ടാണ് ഇവരെ പഠിപ്പിക്കേണ്ടത്. ഹൈലൈറ്റ്സ് കൊടുക്കുക, നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ അടിയിലൊന്ന് വരച്ച് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു ബ്രാക്കറ്റിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവർ കൃത്യമായിട്ട് പഠിച്ചെടുക്കും. അപ്പോൾ ചാർട്ടുകൾ കൊടുക്കുക, ഇവരെ ബുക്കിൽ ഇവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. ഇവരെ ചുമരിൽ, അതായത് പഠിക്കുന്ന സ്റ്റഡി ടേബിളിലോ അല്ലെങ്കിൽ ബാക്കിലുള്ള ചുമരിലൊക്കെ കൃത്യമായിട്ട് ഇവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. ഇവരോട് ബൈ ഹാർട്ട് ചെയ്യാൻ പറയേ വേണ്ട. അവർക്ക് പഠിക്കാനായിട്ട് ഈസി വേയിൽ കീ നോട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എഴുതി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ഇവരെ കൊണ്ട് ഇവർ നന്നായിട്ട് എഴുതും, പോയം എഴുതും, സ്റ്റോറീസ് എഴുതും. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഒരു കഥ പോലെ ഇവരെ പറഞ്ഞു പഠിപ്പിക്കുകയാണെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് പഠിച്ചു കിട്ടും. ഇപ്പം ഹിസ്റ്ററിയൊക്കെ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഇവർക്ക് ഓരോരോ, ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടില്ലേ, ഓരോ അലക്സാണ്ടറെ വെച്ച് നോക്കുമ്പോൾ ഇന്ന ആളാണ് അലക്സാണ്ടർ. ഇപ്പോൾ മമ്മൂട്ടിയായിട്ട് അലക്സാണ്ടർ കാണാം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെ ഇവർക്ക് ചിരപരിചിതമായ ഫേസുകളെ അതേ പ്ലേസിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. മുന്നേ പറഞ്ഞല്ലോ ഇവർക്ക് പേരുകളെ മറന്നു പോവുള്ളൂ, ഫേസ് മറക്കൂല. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുമ്പോഴും ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ വേണം ഇവരെ പഠിപ്പിച്ചെടുക്കാനായിട്ട്. അതിന് ചിത്രങ്ങൾ ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇവരെ പഠിപ്പിക്കാനായിട്ട് പറ്റും. ഇവർക്ക് നമ്മൾ ബോർഡ് ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചാർട്ടുകൾ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ കുറേ കളറുകൾ ആഡ് ചെയ്തിട്ട് ഇവരെ അതിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുന്നതാണ് ഇവർക്ക് പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ. ഇവർ നിറങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് കാഴ്ച കണ്ടുകൊണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഇവർക്ക് ഈസി ആണെന്നർത്ഥം. ഇവരോട് പഠിക്കാനോ വരയ്ക്കാനോ എഴുതാനോ ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പല കളേഴ്സിൽ പെൻസിലോ പെന്നോ കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അത് യൂസ് ചെയ്യാനും പഠിക്കാനും ഒക്കെ വളരെ എളുപ്പത്തിൽ പറ്റും. എക്സിബിഷനിലൊക്കെ ഇവരെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയായിട്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് എല്ലായിടത്തും ചെന്നിട്ട് അവനവനെ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്. നമ്മൾ അതിനെ അവരെ വഴക്ക് കൊണ്ട് യാതൊരു കാര്യമില്ല. അവരുടെ ബുക്കോ കാര്യങ്ങളോ റൂമോ ഒന്നും ക്ലീൻ ആയിട്ട് കിടക്കണ്ടായിരിക്കില്ല. അവിടെ ഇവിടെയൊക്കെ കുത്തി വരഞ്ഞ് അവരുടെ ഡ്രസ്സായി കഴിഞ്ഞാലും ചുളിഞ്ഞാലൊന്നും ഇവർക്ക് ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഇവരെ ഡ്രസ്സിങ്ങിലോ അല്ലെങ്കിൽ റൂമിലോ ബുക്കുകൾ സൂക്ഷിക്കുകയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ശ്രദ്ധിക്കുക. ഇവർ പേഴ്സണാലിറ്റിയിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നവരാണ്. അതായത് എന്നെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, എന്നെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം. എല്ലാവരും 10 പേര് നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ ആയിരിക്കണം ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്നൊരു തോന്നൽ ഇവർ എപ്പോഴും ഉണ്ടായിരിക്കും. അതിനുള്ള കഴിവും ഇവർക്കുണ്ടായിരിക്കും. ഒരു 10 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇങ്ങനെയുള്ള കുട്ടികളെയും. കാരണം അവരെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അവരെ മാർക്കറ്റ് ചെയ്യണമെന്ന് ഈ കുട്ടികൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഈ കുട്ടികളെ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമുക്കറിയാലോ. ഓരോ കുട്ടികളും ഓരോ യൂണിക് പേഴ്സണാലിറ്റിയാണ്. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ്, ഓരോരോ രീതിയിലാണ് അവർ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ ആസ് എ പാരൻറ്റ്, ആസ് എ ടീച്ചർ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. കുട്ടികളെ എങ്ങനെയാണ് എന്നറിഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നതും കുട്ടിയെക്കുറിച്ച് ഒന്നും അറിയാതെ അവനെ
ബുദ്ധിമുട്ടിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും രണ്ടും വ്യത്യാസമാണ് അല്ലേ. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് നമ്മൾ അവരെ പഠിപ്പിച്ചെടുക്കുന്നതെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാനും പറ്റും, നമ്മെ അത് ഹാപ്പി ആക്കുകയും ചെയ്യും. പാരൻസിനുള്ള പ്രധാന പരാതി അതാണ്. കുട്ടികൾ വെറുതെ ബുക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ മിഴിച്ചു നോക്കിയിരിക്കില്ല, എപ്പോൾ നോക്കിയാലും കയ്യിൽ ബുക്കാണ്, പക്ഷെ ഒരക്ഷരമാവും പഠിക്കുന്നത് ഞാൻ കാണുന്നില്ല എന്ന് പരാതിപ്പെടുന്ന പാരൻസ് ഒന്നും അറിയാം. ചില കുട്ടികൾ അവർ സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ഒരു പാട്ടോ മറ്റുള്ള ശബ്ദങ്ങൾ പോലും അവരെ അസ്വസ്ഥരാക്കുന്നത് കൊണ്ട് തന്നെ റൂം അടച്ചിരുന്ന് പഠിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് ഇവർ. എന്തിനാണ് റൂം ലോക്ക് ചെയ്തുകൊണ്ടിരിക്കണേ എന്ന് പറഞ്ഞിട്ട് പല പേരൻസും പല കുട്ടികളെയും പല വിധത്തിലും വഴക്ക് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട. ചില കുട്ടികൾ ഉറക്കെ വായിക്കുന്നവരാണെങ്കിൽ ചില കുട്ടികൾ ഒരു ശബ്ദവും ഇല്ലാത്തൊരു സ്ഥലത്ത് ചെന്നിരുന്ന് റൂം ലോക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഓരോ കുട്ടികളും യൂണിക് ആണെന്നറിയാം, അവരെ അവരുടെ കാലിബർ അനുസരിച്ച് വിട്ടുകൊടുക്കുക. പക്ഷേ അവരെപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം, അവരെ മോണിറ്റർ ചെയ്യണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരെ അറിഞ്ഞുകൊണ്ട് ചെയ്തു കൊടുക്കണം. അങ്ങനെയാണ് ഈ കുട്ടികൾക്കും ടീച്ചേഴ്സിനും പാരൻസിനും പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യം അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും വരില്ല. ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.